എടാ ഇത് വെച്ചുകൊണ്ട് ഇടിച്ചു കൊടുത്ത ആള് ചത്തുപോത്തില്ലടാ. കുടുംബത്തിൽ ഈ വണ്ടി മാത്രമേ ഉള്ളായിരുന്നു ഫ്രീ. നിങ്ങളുടെ കൊച്ചാപ്പാട് ആൾട്ടോയാ. ഇതാകുമ്പോ ഒന്ന് തട്ടിയാ മതി, അവളപ്പുറത്തെ ജില്ലയിൽ പോയി കിടക്കും. എടാ ഇടിച്ചു കൊല്ലാനല്ലടാ, ജസ്റ്റ് ഒന്ന് തട്ടിയാ മതി. എന്നാ നീ കറക്റ്റ് പ്ലാൻ പറ. അവൾ ക്ലാസ് കഴിഞ്ഞ് സ്കൂട്ടറിൽ വരും, അതേസമയം നീ അവളുടെ പുറകെ വരും. എന്നിട്ട് നീ ചെന്നിട്ട് കുഞ്ഞൊരു തട്ടു. ബാക്കി പറ. എന്നിട്ട് എന്തുവാ, നീ ഇടിച്ചിടുന്നു, ഞാൻ വന്ന് ഷൈൻ ചെയ്യുന്നു, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു നല്ല അല്ലു അർജുൻ സ്റ്റൈലിൽ. ഥം ഥം ഹണ ഹണ ഡിസ്ക് ഹണ ഭണ ഹണ. എത്രാമത്തെ ഗിയർ ഇട്ടാടി പോയിന്ന്? 10ാമത്തെ ഗിയർ. തന്റെ കണ്ണിൽ എന്തോ കുരുവാ? നോക്കിക്കാ, അതൊന്ന് ഹെൽപ്പ് ചെയ്. നിന്നെ രക്ഷിക്കാൻ ആരും വരുന്നില്ലടി. നല്ല ഫ്രഷ് കയ്യപ്പടി വണ്ടി. അയ്യോടെ വണ്ടി. നിനക്കെന്താ കണ്ടില്ലേ? ഇവക്കെന്തേലും പറ്റിയായിരുന്നെങ്കിലോ? സ്കൂട്ടർ എടുത്ത് ഇറങ്ങേണ്ട മര്യാദക്ക് വീട്ടിൽ ഇരിക്കണം. ഇവക്കെന്തേലും സംഭവിച്ച ഇവിടെ പിന്നെ ആര് കെട്ടും? എന്നാ നീയും കെട്ടടാ. കെട്ടുമടാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടത് ജോലിയോ കാശോ അല്ലടാ, ചങ്കുറപ്പാണ്. ടൺ കണക്കിന് അതുണ്ടടാ. ഓ, നീ കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം. ഞാൻ പോകുന്നു. ഓക്കെ അല്ലേ? വരൂ ഗീത, നമുക്ക് പോകാം. അങ്ങനങ്ങ് പോയാലോ? നമ്മൾ അറിയാന്ന് പറയണേ. എവിടെ ഉള്ളടാ? അടുക്കളയല്ല? അല്ല, ഇവിടെ അടുത്തുള്ള. അയാളെ വിളിക്കണ്ട. നീ വാ. അവനെ ഇങ്ങോട്ടാ. ചേട്ടാ ഹോസ്പിറ്റൽ കേസാണ്, ടിപ്പിക്കലാവൂ. ടിപ്പിക്കലല്ല, ക്രിട്ടിക്കല്. ആ ചേട്ടാ, വൈകുന്തോറും അത്യാവശ്യമാടി കയറ്റേണ്ടി വരും പറഞ്ഞേക്ക. അത്ര അത്യാവശ്യം ഉണ്ടോ നിനക്ക്? അല്ല, എന്താ മോളെ ശരിക്കും സംഭവിച്ചത്? എന്റെ പൊന്നായിട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇയാൾ എന്നെ വണ്ടി ഇടിച്ചിട്ട് അപ്പൊ ഇയാള് വന്നു. ഇയാള് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അല്ലു അർജുന്റെ ആരെയും വണ്ടിയൊക്കെയാ ഞാൻ കാണുന്നത്. നീ എവിടെ ഉള്ളത്? ഇവിടെ ഇവിടെ എവിടെ? ഇവിടെ 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 എവിടെ? ഞങ്ങൾ എന്തായാലും ഒരുമിച്ചല്ല. കൊച്ചെ, വണ്ടി കുറച്ച് പണിയുണ്ട്. ഇതാ പെയിന്റ് പോയി, ഹാൻഡിൽ വളഞ്ഞ്. ഒരു മരം അയച്ചോട്, അത് 1000 നമുക്കാണേ. ആ ഫോൺ എടുത്ത് ഗൂഗിൾ പേ ഇടാ. ഫോണില്ല ഏട്ടാ. പിന്നെ ഈ ഇരിക്കുന്ന എലിപ്പട്ടിയാ? അങ്ങോട്ട്. ആ ആരിത്? നീ അവിടെ ഉള്ള? നീ ഞാൻ ഇവിടെ ഉള്ള. പക്ഷെ 2 ഫോണൊക്കെയുള്ള. നോക്കിടാ ഉണ്ണീത്. ആക്ച്വലി അജയ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഐ ലവ് യു ഗീത. കാമുകയുടെയും വീട്ടുകാരുടെയും പ്രീതി പിടിച്ചുപറ്റാൻ മനഃപൂർവ്വം വാഹനാപകടമുണ്ടാക്കിയ കാമുകൻ അറസ്റ്റിൽ. ബേസിക്കലി എന്തായിരുന്നു നിന്റെ പ്രശ്നം? പിന്നെ പറ. അയാള് പണയണ്ട. എടാ നീ പിന്നെ പറയാതെ ഇപ്പൊ പറ. എടാ പിന്നെ പറയൂന്ന് പറയൂടാ. നിർബന്ധിക്കണ്ട. എടാ പിന്നെ പറയൂന്ന് പറയൂടാ. പറ. എടാ പിന്നെ പറഞ്ഞോളൂടാ. പറഞ്ഞുതരാം. പിന്നെന്താ? പിന്നൊന്നുമില്ല. പിന്നെ അവിടെ എന്താ? ഇവിടെ ഒന്നുമില്ല. ശരി. പിന്നെ 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 പറ. അപ്പൊ ആശയദാരിദ്ര്യം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്, പക്ഷെ പെണ്ണില്ല. എത്ര കണ്ടന്റ് ചെയ്തേക്കുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അച്ഛന് സുഖമാണോന്നൊക്കെ ചോദിക്കണം. ഇടയ്ക്കിടയ്ക്ക് സുഖമാണെന്ന് നോക്കി അവളുടെ അച്ഛൻ തോന്നുന്നു സുഖമില്ലാണ്ട് കിടക്കുന്ന. അല്ല, നീ നിന്റെ പെണ്ണിന്റെ അടുത്ത് എന്ത് സംസാരിക്കുന്നു? ഇമാജിനറി വേൾഡ്. ഞങ്ങൾക്കിപ്പോ 3 പിള്ളേരാ, 2 ആണും 1 പെണ്ണും. പെണ്ണ്. എനിക്കും ഇപ്പൊ 2 മക്കളാ. മൂത്താള് ഇപ്പൊ അമറാണി സ്കൂളിൽ പഠിക്കുന്നു. എടാ അവിടെ ഫീസ് കൂടല്ലേ? ആണല്ലേ, മാറ്റണം. കൊച്ചെങ്ങനെ സ്കൂളിൽ പോന്നെ? ഞാൻ ഡെയിലി കൊണ്ടാക്കി വരൂടാ. എടാ ആ റൂട്ട് വഴി സ്കൂൾ ബസ് ഉണ്ടാ? ഉണ്ടാ? ആ പറയണ്ടേ. എന്റെ മൂത്ത മോളിത്തിരി കുറുമ്പിയ. എന്റെ ഇളയതാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. ഫോണിൽ കൂടെ ഒക്കെ പിള്ളേരുണ്ടായി കളിക്കുന്നത്. മനസ്സിലായില്ലേ എന്തോ കണ്ടന്റ് എന്ന്? പിന്നെ എന്തോ പറഞ്ഞ്? പിന്നെ പറ. നീ പറ. നീ പറ. നീ പറ. പിന്നെ പറ. പിന്നെ പറ. പുന്നപ്പറ ഞാൻ എന്റെ സ്ഥലം വായിച്ചിട്ടേക്ക്. നാളെ എന്റെ കല്യാണിയില്ലേ? എന്ത്? നീ നിന്റെ അച്ഛനെ വിളിച്ചോണ്ടാ. ഫോൺ വിളിച്ചാ പിന്നെ പറ, നേരിട്ടാ പിന്നെ പറ. എങ്ങനെയാ നിനക്ക് പിന്നെ പറയാ പോരെ? നീ ഇപ്പൊ പറയാൻ നിൽക്കുന്നത്? അതെ പിന്നെ